അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് ഇലക്ട്രോണിക്സ്. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ നമുക്ക് പവർ ഇലക്ട്രോണിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കണം, പവർ യൂട്ടിലൈസേഷൻ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഐഡിയ വേണം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നമ്മൾ പറയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലേ? അപ്പോൾ എന്താണ് ഈ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്? അപ്പോൾ നമ്മളിപ്പോൾ IITയിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പോയാൽ നമുക്ക് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, നമുക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പേരൻറ്റ് ബ്രാഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പേരൻറ്റ് ബ്രാഞ്ചാണ്, അതിൻ്റെ സബ്സിഡിയറി, കുട്ടികളാണ് ബാക്കി ബ്രാഞ്ചസ് ഒക്കെ. ഏത്? കമ്പ്യൂട്ടർ ബ്രാഞ്ച്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, ഇതൊക്കെ ഇലക്ട്രിക്കലിൻ്റെ സബ് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും തമ്മിലുള്ള വ്യത്യാസം ഈസ് ഇൻ ദെയർ പവർ ലെവൽസ്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് പവർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. There we are going to handle megawatts of power, electrical power generation. So we are not going to generate few watts of power, we are generating megawatts of power, and we are transmitting megawatts of power, and we are utilizing large amount of power. So that particular branch which deals with extremely high power, that is what is called electrical engineering. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ വോൾട്ടേജ് ലെവൽസ് വളരെ ഹൈ ആയിരിക്കും. We are going to handle kilovolts of voltage, or we are going to handle kiloamperes. അപ്പോൾ when we handle large voltages and large currents, so that branch of science, that branch of engineering, that is called electrical engineering. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് വലിയ ഹ്യൂജ് ട്രാൻസ്ഫോമേഴ്സ്, ഹ്യൂജ് ജനറേറ്റേഴ്സ്, ഓൾട്ടർനേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ദീസ് എക്യുപ്മെൻറ്റ്സ് are going to handle huge amount of power. So these equipments are electrical equipments, not electronic equipments. So what is electronics? Electronics means that subsidiary of electrical which is going to handle very small amount of power. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് വളരെ സ്മോൾ എമൗണ്ട് ഓഫ് പവർ ആണ്. പവർ ഓഫ് ദി ഓർഡർ ഓഫ് മില്ലി വാട്ട്സ് ഓർ പവർ ഓഫ് ദി ഓർഡർ ഓഫ് ഫ്യൂ വാട്ട്സ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പവർ ലെവൽ, വോൾട്ടേജ് ലെവൽ, കറണ്ട് ലെവൽ ഒക്കെ വളരെ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് നമ്മൾ മില്ലി ആംപിയേഴ്സിൽ പറയും അല്ലേ? ആസ് എ ഇലക്ട്രിക്കലിൽ ഫോൾട്ട് കറണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തു. ഫോൾട്ട് കറണ്ട് ഓഫ് ദി ഓർഡർ ഓഫ് thousands of amperes or kilo amperes. അപ്പോൾ ഇലക്ട്രിക്കലിൽ we are going to deal with the kilo amperes of power, and electronics we are going to deal with few milliamperes or maximum few watts of power. So this is the basic difference between electrical engineering and electronics engineering. അപ്പോൾ ഈ രണ്ട് ഫീൽഡിലും we are going to have current control അല്ലേ? നമ്മുടെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആയാലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് കറണ്ട് കൺട്രോൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്? രണ്ടിനകത്തും ഇലക്ട്രോൺ കൺട്രോളാണ്, ഇലക്ട്രോൺ ഫ്ലോ ആണ് അല്ലേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത്. അപ്പോൾ ഒന്നിനകത്ത് വി ആർ ഗോയിങ് ടു കൺട്രോൾ എക്സ്ട്രീംലി സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഓഫ് ദി ഓർഡർ ഓഫ് ഫ്യൂ മില്ലി ആംപിയേഴ്സ്, ആൻഡ് ഇലക്ട്രിക്കൽ വി ആർ ഗോയിങ് ടു ഹാൻഡിൽ thousands of amperes. So electrical branch is concerned with large power, and electronics branch is concerned with very small amount of power. In both branches, in both the fields, what we are doing is we are going to have current control. അപ്പോൾ ഒരു ഫീൽഡിനകത്ത് വളരെ ഹ്യൂജ് കറണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, മറ്റേനകത്ത് വളരെ ചെറിയ കറണ്ട് കൺട്രോൾ ചെയ്യുന്നു. സോ ക്യാൻ വി യൂസ് ദി സെയിം മെറ്റീരിയൽ? ഡെഫിനറ്റ്ലി നോട്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ദി കറണ്ട് കൺട്രോളിങ് എലിമെൻറ്റ്സ് ദേ ആർ good conductors of electricity അല്ലെ? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി സിൽവർ. അപ്പോൾ സിൽവറിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് ഏറ്റവും നല്ലത്.
So the best conductor of electricity, silver, followed by gold, platinum, copper, aluminum. അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അലുമിനിയം കമ്പാരിറ്റീവ്ലി പുവർ കണ്ടക്ടറാണ്. പക്ഷേ നമ്മൾ അലുമിനിയമാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസിൽ ഓർ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ കോസ്റ്റ് ഇൻവോൾവ് ആണ്. പക്ഷെ അവിടെ ലോസ് ഒരുപാട് ഉണ്ടാകുന്നു. നമ്മൾ അലുമിനിയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അലുമിനിയത്തിൽ വരെ നമ്മൾ കോപ്പർ ആയിരുന്നുവെങ്കിൽ നമുക്ക് ലോസ് കുറയ്ക്കാമായിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വി ആർ കൺസേൺഡ് അബൌട്ട് ഹൗ വി കൺട്രോൾ ദി കറണ്ട് ത്രൂ കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അപ്പോൾ അവിടെ ഗുഡ് കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ കോപ്പർ പോലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് വി കനോട്ട് യൂസ് ദി സെയിം മെറ്റീരിയൽ വെൻ വി കം ടു ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സിൽ വി ആർ ഗോയിങ് ടു ഹാവ് അനദർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ദേ ആർ കോൾഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. ആൻഡ് വേറാസ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വി ആർ ഡീലിംഗ് വിത്ത് കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഒന്നിനകത്ത് കണ്ടക്ടിങ് മെറ്റീരിയൽസ്, കണ്ടക്ടിങ് മീൻസ് കണ്ടക്ടിവിറ്റി വളരെ നന്നായിരിക്കും. അപ്പോൾ കണ്ടക്ടിവിറ്റി വളരെ നന്നായിരിക്കുന്നതുകൊണ്ട് അവിടെ കറണ്ട് വളരെ ഹ്യൂജ് കറണ്ട് ഉണ്ടാകുന്നു. ആൻഡ് ഹിയർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വി ആർ കൺസേൺ വിത്ത് സെമി കണ്ടക്ടേഴ്സ്. അതിൻ്റെ കണ്ടക്ടിവിറ്റി സെമിയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് കണ്ടക്ടർ ഓർ നോട്ട് ബാഡ് കണ്ടക്ടർ. ഈ രണ്ട് ഫീൽഡിലും വി വാണ്ട് പ്രൊട്ടക്ഷൻ. അല്ല, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പ്രൊട്ടക്ഷൻ വേണം, നമുക്ക് ഷോക്ക് കിട്ടാൻ പാടില്ല. അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. നമ്മളൊരു എന്താ പറയുക, ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതിനകത്ത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഈ ഓരോ ലെയറും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വി റിക്വയർ വാട്ട് ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് രണ്ട് ഫീൽഡിൽ നമുക്ക് ആവശ്യമാണ്. ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമുക്ക് ഇൻസുലേറ്റർ വേണം, ഇലക്ട്രോണിക്സ് ഫീൽഡിലും ഇൻസുലേറ്റേഴ്സ് വേണം. അപ്പം ഇൻസുലേറ്റേഴ്സ് ആർ എന്താണ്? നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ പുവറാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആർ ഗോയിങ് ടു ബി എംപ്ലോയിഡ് ഇൻ ബോത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആസ് എ പ്രൊട്ടക്ഷൻ. ദെൻ ഇലക്ട്രോണിക്സിൽ we have different components, we have different transistors or we have diodes etc. and we want to interconnect these elements. അപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ നമുക്ക് കണക്ട് ചെയ്യണം. അതിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? വി റിക്വയർ കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അപ്പം നമ്മുടെ സെമി കണ്ടക്ടിങ് ഡിവൈസസ് ഇഫ് യു വാണ്ട് ടു കണക്ട് ബിറ്റ്വീൻ ദം വി റിക്വയർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ, ഗോൾഡ് എക്സെട്ര. അപ്പം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് കണ്ടക്ടിങ് മെറ്റീരിയൽ വേണം. പക്ഷേ ഡിവൈസസ് കണ്ടക്ടിങ് അല്ല. ഡിവൈസസ് ആർ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് വെറാസ് വി റിക്വയർ കണ്ടക്ടിങ് പാത്ത് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവൈസസ്. അപ്പോൾ ഡിവൈസസ് തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യണമെങ്കിൽ, ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ വി റിക്വയർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ ഓർ ഗുഡ് കണ്ടക്ടിങ് മെറ്റീരിയൽ ലൈക്ക് സിൽവർ, ഗോൾഡ് എക്സെട്ര. അപ്പം ഇലക്ട്രോണിക് മീൻസ് വി ഹാവ് 3 layers of materials. We have insulating material, we have conducting material and we have semiconducting materials. So the devices are made of semiconducting materials and these devices are interconnected by conducting materials and these devices are protected by employing insulating materials. അപ്പോൾ ഇലക്ട്രോണിക്സ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആർ ഗോയിങ് ടു ബി എംപ്ലോയിഡ്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ ഡിവൈസ് ഈസ് മെയ്ഡ് ഓഫ് conducting materials and protection is provided by insulating materials and there we are not using semiconducting materials. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഇല്ല, അവിടെ കണ്ടക്ടിങ് മെറ്റീരിയൽസും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസും ആണുള്ളത്. whereas in electronics engineering we have all 3 different materials are used. That is, we have semiconducting materials which are used for making the various electronic devices. And if you want to interconnect these electronic devices, we require conducting materials. And for protecting the various layers, we require insulating materials. The most commonly used insulating material is glass, or we call it as silicon dioxide. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കൺ നൈട്രൈഡ് അതൊക്കെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ ഏത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? സോ വി ഗോ ഫോർ ഗ്ലാസ്, വി ഗോ ഫോർ പോർസിലൈൻ, വി ഗോ ഫോർ insulating oils, paper, etc. So these are the difference between electrical engineering and electronics engineering. അപ്പോൾ electrical engineering is concerned with large amounts of voltages, large amount of current and extremely large amount of power. അപ്പോൾ electrical engineering എന്ന് പറഞ്ഞാൽ that branch which deals with large amount of power, that is electrical engineering, and electronics engineering deals with very small amount of power.
അപ്പോൾ അതിനെയാണ് വളരെ ചെറിയ പവർ ഹാൻഡിൽ ചെയ്യുന്ന ഇലക്ട്രോണിക്സിനെയാണ് നമ്മൾ സ്മോൾ സിഗ്നൽ ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കുക. സ്മോൾ സിഗ്നൽ ഇലക്ട്രോണിക്സ്. And we have another electronics branch where we are going to control huge amount of power by using electronic devices. That branch or that part of control is called power electronics. അപ്പോൾ power electronics we are going to have large amount of power control by employing different types of electronic switches, not mechanical switches. So we will be studying power electronics after completing the basic electronics. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ വളരെ ചെറിയ പവർ ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റമാണ്. വെറാസ് പവർ ഇലക്ട്രോണിക്സ് വി ഹാവ് ലാർജ് പവർ ഹാൻഡിലിംഗ് ഇലക്ട്രോണിക് സിസ്റ്റംസ്. ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് സ്മോൾ സിഗ്നൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് ഏതൊക്കെയാണ് ഇലക്ട്രോണിക് ഡിവൈസസ്? അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് ക്യാൻ ബി ഡയോഡ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, field effect transistor, etc. So these devices are going to be manufactured using semiconducting materials. അപ്പോൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റം മാനുഫാക്ചർ ചെയ്യുന്നത്. പവർ ഇലക്ട്രോണിക്സിലും വി ആർ ഗോയിങ് ടു മാനുഫാക്ചർ ഇലക്ട്രോണിക് സിസ്റ്റം ബൈ സെമി കണ്ടക്ടേഴ്സ്, നോട്ട് ബൈ യൂസിങ് കണ്ടക്ടേഴ്സ്. പക്ഷേ അതിൻ്റെ സൈസ് വളരെ ഹ്യൂജ് ആയിരിക്കും. പവർ ഇലക്ട്രോണിക്സ് വി ആർ ഗോയിങ് ടു ഹാവ് ലാർജ് സൈസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതിൻ്റെ സൈസ് വളരെ ലാർജ് ആയിരിക്കും. കാരണം സൈസ് വളരെ ലാർജ് ആണെങ്കിൽ, ക്രോസ് സെക്ഷൻ വളരെ വലുതാണെങ്കിൽ നമുക്ക് കറണ്ട് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലാർജ് കറണ്ട് ഫ്ലോ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ലാർജ് ആയിരിക്കണം. ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി വളരെ കൂടുതലാവും, ദർ വിൽ ബി ഓവർ ഹീറ്റിംഗ്. അപ്പം കൂടുതൽ കറണ്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കൂടുതൽ ക്രോസ് സെക്ഷൻ ഏരിയ വേണം. അതുപോലെ കൂടുതൽ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കൂടുതൽ ലെങ്ത് ഓഫ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് വേണം. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ സൈസ് കൂടുന്നു, അല്ലെങ്കിൽ ലെങ്ത് കൂടുന്നു. കറണ്ട് കൂടുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുന്നു. അതായത് പവർ ഡിവൈസസ്, പവർ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ വലിയ സൈസുള്ള ഡിവൈസസ് ആണ്. സോ ദീസ് ഡിവൈസസ് ക്യാൻ ഹാൻഡിൽ എ പവർ ഓഫ് മെഗാവാട്ട്സ് ഓർ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് മെഗാവാട്ട്സ്. അപ്പോൾ ഈ ഹൺഡ്രഡ്സ് ഓഫ് മെഗാവാട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? ക്രോഡ്സ് ഓഫ് റുപ്പീസ് ആയിരിക്കും. ക്രോഡ്സ് ഓഫ് റുപ്പീസ്. സാധാരണ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ വില ഫ്യൂ റുപ്പീസ് ആയിരിക്കും. 1 രൂപ 2 രൂപ ഇതൊക്കെ കൊടുത്താണ് നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മേടിക്കുന്നത്, ഒരു ഡയോഡോ ഒരു ട്രാൻസിസ്റ്റർ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. പക്ഷേ പവർ ഇലക്ട്രോണിക്സ് വി ആർ ഗോയിങ് ടു ഹാവ് ഡിവൈസസ് വിത്ത് ഹ്യൂജ് ഡയമെൻഷൻസ് കോസ്റ്റിംഗ് ക്രോഡ്സ് ഓഫ് റുപ്പീസ്. അപ്പോൾ ക്രോഡ്സ് ഓഫ് റുപ്പീസ് വെച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റംസ് നമ്മൾ എന്തായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ പ്രൊട്ടക്ഷനാണ്. അത് ഡാമേജ് ആകാൻ പാടില്ല. പ്രൊട്ടക്ഷൻ. അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടാകുന്നു. ഈ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. So their protection is more important. സാധാരണ ഇലക്ട്രോണിക് സിസ്റ്റംസ് വി ആർ നോട്ട് ദാറ്റ് മച്ച് വറീഡ് അബൌട്ട് പ്രൊട്ടക്ഷൻ. പക്ഷേ പവർ ഇലക്ട്രോണിക്സിൽ പ്രൊട്ടക്ഷൻ ഈസ് ദി മെയിൻ കൺസേൺ ഓഫ് പവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. സോ വി വിൽ ബി സ്റ്റഡിങ് പവർ ഇലക്ട്രോണിക്സ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ബേസിക് ഇലക്ട്രോണിക്സ്. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സിൽ ദി ബേസിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ആർ സെമി കണ്ടക്ടേഴ്സ്. ദർ ആർ 2 types of semiconductors. So we will start basic electronics. So electronics we can classify it into 3 categories. So electronics can be called analog electronics. Analog electronics. So there we are going to handle analog signals, time varying signals. Then we deal with digital signals, that is digital electronics. For zeros and ones in a handle ചെയ്യുന്ന സർക്യൂട്ട്, that is digital electronics. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റമാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഹാൻഡിലിംഗ് ഡിജിറ്റൽ സിഗ്നൽസ്, ബൈനറി സിഗ്നൽസ്. ദെൻ വി ഹാവ് അനദർ ബ്രാഞ്ച് വിച്ച് ഈസ് കോൾഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ്. മൈക്രോവേവ് ഇലക്ട്രോണിക്സ് ഓർ RF ഇലക്ട്രോണിക്സ്. മൈക്രോവേവ് or that is called RF electronics, radio frequency electronics. So their frequency is extremely high. അപ്പം അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ ഫ്രീക്വൻസി കിലോ ഹെർട്സ് ടു മെഗാഹെർട്സ് ആണ്. കിലോ ഹെർട്സ് ടു മെഗാഹെർട്സ്, ദാറ്റ് ഈസ് അനലോഗ് ഇലക്ട്രോണിക്സ്. ദെൻ microwave electronics, there we are going to handle what is called gigahertz or terahertz or petahertz, pHz.
അപ്പോൾ ദീസ് ആർ ദി ഫ്രീക്വൻസീസ് ഇൻവോൾവ് ഇൻ മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോവേവ് ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വൺ ഈസ് അനലോഗ് ഇലക്ട്രോണിക്സ്. There we are going to deal with analog signals. They are naturally occurring signals. Then these analog signals we can convert to digital by analog to digital conversion. There we are going to handle digital signals, that is digital electronics. Computer is example of a digital electronic circuit. Then we have microwave electronics, which is concerned with extremely high large amount of frequency. അപ്പോൾ ഫ്രീക്വൻസി വളരെ കൂടുമ്പോൾ നമ്മൾ പഠിച്ചു അഡ്വാൻറ്റേജ് എന്താണ്? ഫ്രീക്വൻസി കൂടിയാൽ അതിൻ്റെ സൈസ് കുറയും. അപ്പോൾ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ വി ഹാവ് ടു ഹാവ് ലാർജ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി വളരെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദി സൈസ് വിൽ റെഡ്യൂസ്, ദി കോസ്റ്റ് വിൽ റെഡ്യൂസ് എക്സെട്ര. പക്ഷേ ഫ്രീക്വൻസി കൂടുമ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണ്? അവിടെയുള്ള റേഡിയേഷൻ പ്രശ്നമാണ്. റേഡിയേഷൻ. അപ്പോൾ എവിടെ റേഡിയേഷൻ ഉണ്ടാകുന്നു? ഇതിനു മുന്നേ ഞാൻ പറഞ്ഞാണ്, എവിടെ റേഡിയേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ എവിടെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു അവിടെ KVL ആൻഡ് KCL വിൽ ഫെയിൽ. അപ്പം മൈക്രോവേവ് ഇലക്ട്രോണിക്സിൽ വി ആർ നോട്ട് ഗോയിങ് ടു അപ്ലൈ സർക്യൂട്ട് തിയറി. അപ്പോൾ സർക്യൂട്ട് തിയറി നമുക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? വെൻ ദർ ആർ നോ റേഡിയേഷൻസ്, when there are no reflections, we can use circuit theory. When there are radiations or when there are reflections, we cannot apply circuit theory. There we have to use electromagnetic field theory. അപ്പോൾ microwave electronics, microwave engineering, there we are going to have what are called Maxwell's equations, that is electromagnetic field theory. അപ്പോൾ electromagnetic field theory ആണ് ഹൈ ഫ്രീക്വൻസി നെറ്റ്വർക്ക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ് നമ്മൾ അതിന് ഡിസൈന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് നോർമൽ സിസ്റ്റം വി ആർ ഗോയിങ് ടു എംപ്ലോയ് KVL ആൻഡ് KCL. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ വി ആർ ഗോയിങ് ടു എംപ്ലോയ് KVL ആൻഡ് KCL, ആൻഡ് ഇൻ മൈക്രോവേവ് ഇലക്ട്രോണിക്സ് വി ആർ ഗോയിങ് ടു യൂസ് മാക്സ്വെൽസ് ഇക്വേഷൻസ്, ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി. സോ ഇലക്ട്രോണിക് ഡിവൈസസ് ഏതൊക്കെയാണ് ഇലക്ട്രോണിക് ഡിവൈസസ്? അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആർ ഡയോഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, BJTs, field effect transistors, etc. These are the electronic devices. Similarly, you will have resistor, inductor, capacitor. അപ്പോൾ എല്ലാ സർക്യൂട്ടിലും ഈ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഉണ്ടാകും അല്ലേ? We will have R, we will have L and we will have C. So all these devices, we can call it as electronic devices. And electronic circuits. What are electronic circuits? Containing electronic elements. So electronic circuits are rectifiers, filters, regulators, amplifiers, oscillators, etc. ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. There we will come across different types of rectifiers, different types of filters, voltage regulators, current regulators, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ നമ്മൾ എന്താണ് ഉണ്ടാകുന്നത്? അതിനകത്ത് ഡയോഡ് കാണും, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കാണും, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ കാണും, റെസിസ്റ്റർ കാണും, ഇൻഡക്ടർ കാണും, കപ്പാസിറ്റർ കാണും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് വിളിക്കുക. Then we will have power electronic devices. So there we are going to handle large amount of power. So these power electronic devices can be power diode, power BJT, power MOSFETs, SCR, silicon control rectifier, diac, triac, GTO, gate turn off thyristor, IGBT, etc. So these are power electronic devices. SCR, power diode, power BJT, power MOSFET, SCR, diac, triac, GTO, IGBT, MCT, etc. So these are all power electronic devices. So the speciality of these power electronic devices, they are going to be handled as switches. അപ്പോൾ ഇതൊക്കെ we are going to use it as switches ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. switches. പക്ഷേ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നമുക്ക് ആംപ്ലിഫയർ ഉണ്ട് അല്ലേ? നമ്മുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം
analog electronics, we will have amplifiers, we will have oscillators, etc. And here all electronic devices, in power electronics, all the electronic devices are going to be employed as switches. അപ്പോൾ സ്വിച്ചിങ് ഓപ്പറേഷൻ, ഒരു സ്വിച്ച് വെച്ചിട്ട് വലിയ പവർ കൺട്രോൾ ചെയ്യുക, ഇതിനാണ് കൺട്രോൾ എലിമെൻ്റ് എന്ന് വിളിക്കുക. ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസിനെ വി ആർ ഗോയിങ് ടു യൂസ് ഇറ്റ് ആസ് എ കൺട്രോളിങ് എലിമെൻറ്റ്സ്. അപ്പോൾ ഹ്യൂജ് പവർ, ഇത് ഓൺ ആകുമ്പോൾ ഹ്യൂജ് പവർ ഫ്ലോ ഉണ്ടാകും, ഓഫ് ആകുമ്പോൾ പവർ കട്ട് ചെയ്യും. അപ്പോൾ ഒരു സ്വിച്ചായിട്ടാണ് നമ്മുടെ പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ വേരിയസ് പവർ ഇലക്ട്രോണിക് ഡിവൈസസ് ആർ ഗോയിങ് ടു ബി എംപ്ലോയിഡ്. സോ ദീസ് ആർ വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇൻ അനലോഗ് ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് വിത്ത് ലാർജ് ഡയമെൻഷൻ, ഇതിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ സൈസ് വളരെ വലുതാകുമ്പോൾ അതിന് കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാകും, അതിന് കൂടുതൽ വോൾട്ടേജ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാകും, അതിന് കൂടുതൽ കറണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാകും. അവിടെ ഹ്യൂജ് ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യും, ആ ടെമ്പറേച്ചർ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് ഉണ്ടാകണം. സോ that system, that electronic system which handles extremely large power, that particular system is called power electronic systems. അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക്സ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഡയോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് എങ്ങനെ സ്വിച്ചായിട്ട് ഉപയോഗിക്കാം, ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ കം ടു യുവർ പവർ ഇലക്ട്രോണിക്സ് സൈഡ്. അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞാൽ മാത്രമേ വി ക്യാൻ ഗോ ടു മൈക്രോവേവ് ഇലക്ട്രോണിക്സ്. ഓഫ് കോഴ്സ് മൈക്രോവേവ് ഈസ് നോട്ട് ഇൻ അവർ സിലബസ് അല്ലേ. അപ്പോൾ മൈക്രോവേവ് ഇലക്ട്രോണിക്സ് പഠിക്കണമെങ്കിൽ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? നമുക്ക് വേരിയസ് അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് അറിയണം, വേരിയസ് അനലോഗ് ഇലക്ട്രോണിക് ഡിവൈസസ് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മറ്റ് ടോപ്പിക്ക് മനസ്സിലാകത്തുള്ളൂ. സോ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് what are called semiconductors അല്ലേ.